കണ്ണൂരിൽ മിഥുൻ പിള്ള കൂടി തയ്യാറാണ്. മിഥുൻ, ഈ ഡൽഹിയിൽ നടന്ന വലിയ മാരത്തോൺ ചർച്ചകൾക്കൊടുവിൽ ഇന്നലെ അർദ്ധരാത്രിയിലാണല്ലോ കെ സുധാകരൻ കണ്ണൂരിലേക്ക് മടങ്ങിയെത്തിയത്. കണ്ണൂരിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്താണ്? അതായത് പുതിയ പാർട്ടി ഉണ്ടാക്കും എന്ന പ്രഖ്യാപനങ്ങൾ ഒരു ഘട്ടത്തിൽ വരുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന പ്രഖ്യാപനങ്ങൾ വന്നു. 25ഓളം മണ്ഡലങ്ങളിൽ കേരളത്തിൽ സുധാകരൻ്റെ സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന വാർത്തകൾ വന്നു. അങ്ങനെ അത്തരത്തിൽ കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഇത്തരം വ്യാപകമായ പ്രചരണങ്ങൾക്കും പൊറാട്ട് നാടകങ്ങൾക്കും ഒടുവിൽ ഇന്നലെ സുധാകരൻ കണ്ണൂരിലെത്തിയല്ലോ. അപ്പോൾ ഇന്നത്തെ ഒരു പകൽ കോൺഗ്രസ് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ളതാണ്. സുധാകരൻ്റെ ആ ഒരു അടുത്ത മൂവ്മെൻറ്റ് എന്തായിരിക്കും? ഗൗതം, നമുക്കറിയാം, അതായത് പാർട്ടിക്ക് പൂർണ്ണമായും വിധേയനായിക്കൊണ്ടാണ് കെ സുധാകരൻ ഇന്ന് പുലർച്ചെ കണ്ണൂരിൽ തിരിച്ചെത്തിയത്. ഈ പ്രതിഷേധങ്ങൾക്കൊടുവിൽ പലവിധ സമ്മർദ്ദങ്ങൾക്കൊടുവിലും ഈ കേന്ദ്ര നേതൃത്വം വഴങ്ങുന്നില്ല എന്ന ഒരു ഘട്ടം വന്ന സമയത്താണ് കെ സുധാകരൻ പാർട്ടിക്ക് വിധേയനായി മുന്നോട്ട് പോകാമെന്നൊരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കെ സുധാകരൻ ഇത്രയൊക്കെ സമ്മർദ്ദം ചെലുത്തിയിട്ടും കണ്ണൂരിലെ പ്രധാനപ്പെട്ട ഒരു നേതാവോ അറിയപ്പെടുന്ന അണികളോ ആരും തന്നെ ഈ ഒരു സുധാകരൻ്റെ സമ്മർദ്ദത്തിന് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. സുധാകരൻ പറയുന്നത് പല മണ്ഡലങ്ങളിലും തനിക്ക് വലിയ സ്വാധീനമുണ്ട് എന്ന് കെ സുധാകരൻ പറയുന്നു. പക്ഷേ ആ മണ്ഡലങ്ങളിൽ നിന്നൊന്നും പ്രധാനപ്പെട്ട നേതാക്കന്മാരൊന്നും ഈ കെ സുധാകരൻ്റെ കണ്ണൂരിലെ സീറ്റുമായി ബന്ധപ്പെട്ട് പിന്തുണയുമായി രംഗത്ത് വന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അതായത് കെ സുധാകരൻ വളർത്തിയ നേതാക്കന്മാർ പോലും കെ സുധാകരനെ തിരിഞ്ഞു നോക്കിയില്ല. അത്തരത്തിൽ ഒരു പിന്തുണയും സംസ്ഥാന നേതാക്കന്മാരിൽ നിന്ന് കിട്ടാത്തൊരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ, അതായത് പൂർണ്ണമായും പാർട്ടിക്ക് വിധേയനാവുക എന്നൊരു അവസ്ഥയിലേക്ക് കെ സുധാകരൻ എത്തിയതെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതായത് വിമതനായി മത്സരിക്കുകയോ മറ്റോ ചെയ്താൽ നിലവിലുള്ള വില കൂടി പോകുമോ എന്നൊരു ആശങ്ക കൂടി സുധാകരൻ ഉണ്ടായിട്ടുണ്ടാകും. കാരണം പ്രായമായി തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായും മുന്നത്തെ കാലത്തെ പോലെ സജീവമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക എന്നത് കെ സുധാകരനെ സംബന്ധിച്ച് ആരോഗ്യപരമായ കാരണങ്ങളെങ്കിലും നടക്കാത്തൊരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ കെ സുധാകരൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ രാഷ്ട്രീയ ഭാവി സുഖകരമാകില്ല എന്ന് കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കണം പല നേതാക്കന്മാരും ഇത്തരത്തിൽ പരസ്യമായ പിന്തുണയുമായി രംഗത്ത് വരാതിരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. അതേസമയം ഈ കണ്ണൂരിൽ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിൽ എടുത്തു പറയേണ്ടത് ഈ കണ്ണൂർ കല്യാശ്ശേരി എന്ന് പറയുന്ന മണ്ഡലത്തിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടാണ് ഈ UDFിനുള്ളിൽ വലിയ തർക്കം മുറുകുന്നത്. കാരണം അവിടെ കാലങ്ങളായി സ്ഥാനാർത്ഥിയാകും എന്ന് പറഞ്ഞുകൊണ്ട് DCCയുടെ ജനറൽ സെക്രട്ടറി ആയ രജിത്ത് നാറാത്ത് അവിടെ പ്രവർത്തിച്ചു വരികയായിരുന്നു. പക്ഷേ സ്ഥാനാർത്ഥി പട്ടിക വന്ന സമയത്ത് രജിത്ത് നാറാത്തിൻ്റെ പേരില്ല, പകരമുള്ളത് രാജീവൻ കപ്പച്ചേരി എന്ന് പറയുന്ന മറ്റൊരു കോൺഗ്രസ് നേതാവിൻ്റെ പേരാണ്. ഇതോടുകൂടി ഈ രജിത്ത് നാറാത്ത് പരസ്യ വിമർശനവുമായി രംഗത്ത് വരുന്നൊരു സാഹചര്യമുണ്ട്. ആരുടെയും പെട്ടി തൂക്കി മുന്നോട്ട് പോകാൻ താനില്ല എന്നാണ് രജിത്ത് നാറാത്ത് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നത്. അതായത് പെട്ടി തൂക്കിയത് കൊണ്ടാണ് നിലവിലെ UDF സ്ഥാനാർത്ഥിക്ക് സീറ്റ് കിട്ടിയെന്നൊരു ധ്വനി കൂടി ആ പോസ്റ്റിലുണ്ട് എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. മുൻ DCC പ്രസിഡന്റും അന്തരിച്ച കോൺഗ്രസ് നേതാവുമായ സതീശൻ പാച്ചേനിയുടെ ഒരു ഫോട്ടോ വെച്ചുകൊണ്ടാണ് ഈ രജിത്ത് നാറാത്ത് ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടിരിക്കുന്നത്. അതിൽ പറയുന്നുണ്ട്, ഏത് പരാജയത്തിലും നിങ്ങൾ കാണിച്ച ആർജവം നമുക്കൊരു പാഠമാണ്. നിങ്ങളില്ലാത്ത ലോകത്ത് പ്രതീക്ഷിച്ചത് തെറ്റായിപ്പോയി. ശൂന്യത അന്നു മുതലേ തോന്നിയതാണ്. പാർട്ടിയെ സ്നേഹിച്ചതുകൊണ്ട് വ്യക്തിപൂജകൾക്ക് പിറകെ പോയില്ല. ഇനി പോകാനും താല്പര്യമില്ല. ആരുടെയും പെട്ടി ഇനിയും തൂക്കാൻ തയ്യാറല്ല എന്നാണ് രജിത്ത് നാറാത്ത് ഫേസ്ബുക്കിൽ ഇട്ടത്. അതായത് ഈ പെട്ടി തൂക്കിയത് കൊണ്ടോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും വ്യക്തിപൂജകൾക്ക് പിറകെ പോയത് കൊണ്ടോ ഒക്കെ തന്നെയാണ് പല കോൺഗ്രസ്സുകാർക്ക് സീറ്റ് കിട്ടിയെന്നൊരു ധ്വനി ഈ രജിത്ത് നാറാത്തിൻ്റെ പോസ്റ്റ് ഉണ്ട് എന്നുകൂടി വായിച്ച് എടുക്കേണ്ടതുണ്ട്. ഗൗതം, മിഥുൻ പിള്ള, ഒരു കാര്യം കൂടി, അതായത് ഈ സുധാകരൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിൽ തങ്ങിയത് വെറുതെ ഒന്നുമല്ല. ഇപ്പോൾ സുധാകരൻ വന്ന് പറഞ്ഞില്ല ഞാൻ സ്ഥാനാർത്ഥിയാകും, ഉറപ്പെന്ന് പറഞ്ഞു. പക്ഷേ ഇന്നലെ പുറത്തു വന്ന വാർത്തകൾ പലതും സുധാകരൻ പറഞ്ഞതല്ല. സുധാകരൻ്റെ സോഴ്സുകൾ പുറത്തുവിട്ടതോ അല്ലെങ്കിൽ സുധാകരനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരുടെ ആഗ്രഹമോ ഒക്കെ ആയിരുന്നിരിക്കാം. പക്ഷേ സുധാകരൻ ഇന്നലെ രാത്രി പുറത്തേക്ക് വരുന്നു, കാറിനുള്ളിൽ തന്നെ ഇരുന്ന് പ്രതികരിക്കുന്നു. ഈ സുധാകരൻ ഞാൻ പാർട്ടിക്ക് വിധേയനാണ്, പാർട്ടിയാണെല്ലാം, മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ എല്ലായിടത്തും പോകും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതല്ലല്ലോ സുധാകരൻ അങ്ങനെ അടങ്ങിയിരിക്കും എന്ന് തോന്നുന്നുണ്ടോ?
കൃഷ്ണാജി, അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സീറ്റ് കിട്ടില്ല എന്നൊരു ഘട്ടം വന്ന സമയത്ത് 4 ദിവസമാണ് കെ സുധാകരൻ്റെ ഒരൊറ്റ പിടിവാശി കോൺഗ്രസ് നേതൃത്വത്തെ മുൾമുനയിൽ നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് ഈ 80-ാം വയസ്സിലും കെ സുധാകരന് 4 ദിവസം പാർട്ടിയെ മുൾമുനയിൽ, അത് ദേശീയ നേതൃത്വത്തെ പോലും മുൾമുനയിൽ നിർത്താൻ സാധിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പക്ഷേ അത് അടങ്ങിയിരിക്കുമോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഇത്രയധികം പിടിവാശി കെ സുധാകരൻ പിടിച്ചിട്ടും കോൺഗ്രസ് വഴങ്ങാതെ, അതായത് ആ ഒരു പിടിവാശിക്ക് നിൽക്കേണ്ടതില്ല ഇല്ലാന്നൊരു നിലപാടിലേക്ക് പോയി. അതിൽ അത്തരമൊരു നിലപാടിലേക്ക് പോകാൻ തന്നെ കാരണം കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു നേതാവ് പോലും കെ സുധാകരൻ്റെ കൂടെ നിന്നില്ല, അദ്ദേഹത്തെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തി എന്നുകൂടി ഇതിലൂടെ വായിച്ചറിയേണ്ടതുണ്ട്. അതിൽ നമുക്കറിയാം, KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ ഒരു സുപ്രഭാതത്തിലാണ് മാറ്റിയത്. ആ മാറ്റുന്ന സമയത്ത് കെ സുധാകരൻ്റെ നിയമസഭാ സീറ്റടക്കം വാഗ്ദാനം ചെയ്തിരുന്നു എന്ന് അന്ന് തന്നെ ഒരു ധ്വനി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് സമാധാനിപ്പിച്ചതെന്നാണ് അന്ന് തന്നെ പ്രചരിച്ചിരുന്ന ഒരു കാര്യം. ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ഈ നിയമസഭാ സീറ്റിൽ അദ്ദേഹം കണ്ണൂർ മണ്ഡലം ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷെ അത് നേതൃത്വം വഴങ്ങിയില്ല എന്നുള്ളതാണ് പറയേണ്ടത്. പക്ഷേ ഒരു നേതാവ് പോലും കെ സുധാകരന് പിന്തുണയർപ്പിച്ച് വന്നില്ല. പ്രധാനപ്പെട്ട കെ സുധാകരൻ ഉണ്ടാക്കിയ ഒരു വലിയ ബെൽറ്റുണ്ട്, പക്ഷെ ആ ബെൽറ്റിലെ ഒരാൾ പോലും പരസ്യമായി കെ സുധാകരന് വേണ്ടി രംഗത്ത് വന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതായത് പൂർണ്ണമായും കോൺഗ്രസിനുള്ളിൽ കെ സുധാകരനെ ഒറ്റപ്പെടുത്തിക്കൊണ്ടുള്ളൊരു നീക്കമാണ് ഉണ്ടായത്. ആ ഒരു നീക്കം കണ്ടുകൊണ്ട് തന്നെയാണ്, അല്ല കെ സുധാകരന്റെ കൂടെ നേതാക്കന്മാർ ആരും ഇല്ല എന്ന് കണ്ടു തന്നെയാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം. മിഥുൻ, എന്തായാലും ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ രസമാണ്. അതായത് 10 വർഷം പ്രതിപക്ഷത്തിരിക്കുക, നാട്ടിൽ ഭരണവിരുദ്ധ വികാരമാണ്. കാരണം പിണറായി വിജയന്റെ സർക്കാരിനെതിരെ അത്രത്തോളം സാധാരണക്കാരനിടയിൽ അമർഷമുണ്ടെങ്കിൽ ആ സമയത്ത് ഒരുമിച്ച് നിന്ന് വിജയിക്കാനല്ല അവിടെ ശ്രമം നടക്കുന്നത്, തമ്മിലട്ടിച്ച് ഉള്ള അവസരം ഇല്ലാണ്ടാക്കുക. മിഥുൻ, ഇന്നലെ ഞാൻ മനസ്സിലാക്കുന്നത് 3 മണ്ഡലം കമ്മിറ്റികൾ മാത്രമാണ് സുധാകരനെ മത്സരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടതെന്നാണ്. സുധാകരന് വേണ്ടി ശരിക്കും കണ്ണൂരിന്റെ പശ്ചാത്തലത്തിൽ ഇത്ര പേര് ഇറങ്ങിയാൽ മതിയോ സുധാകരന് സീറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞ്? അപ്പോൾ ശരിക്കും സുധാകര യുഗം അവസാനിച്ചു, പല്ലു കൊഴിഞ്ഞു, ഒരു സംശയം വേണ്ട കാര്യത്തിൽ. അല്ലെങ്കിൽ ഇങ്ങനെയാണോ സുധാകരനെ മാറ്റി നിർത്തുമ്പോൾ ഉണ്ടാകേണ്ട പ്രതിഷേധങ്ങൾ? സ്വാഭാവികമായിട്ട് കോൺഗ്രസിനകത്ത് സഹജമായിട്ടുള്ള ഗ്രൂപ്പിസം അത് ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും നമ്മൾ കാണുന്നതാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തും അതിൽ വ്യത്യാസങ്ങളില്ല. ഡൽഹി കേന്ദ്രീകരിച്ച് കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഇതേ പൊറാട്ട് നാടകങ്ങൾ കേരളത്തിലെ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും പ്രശാന്ത് ശങ്കരമംഗലത്തും കണ്ണൂരിൽ നിന്ന് മിഥുൻ പിള്ളയുമാണ് ചേർന്നത്.